VIP ലോഞ്ച്, 500-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, വിശാലമായ ആംഫി തിയേറ്റർ, 200-ലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ, 300-ഓളം സീറ്റുകളുള്ള റോയൽ ഗസിബോ, 7 ലക്ഷറി സ്യൂട്ട് റൂംസും. Contact now for booking. സർവീസിൽ നിന്നും വിരമിക്കുന്ന പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദിന് പട്ടാമ്പി പൗരസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകും. ഈ മാസം 21-നാണ് യാത്രയയപ്പ് നൽകുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി വില്ലേജ് ഓഫീസർ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ, പട്ടാമ്പി താലൂക്ക് ഭൂരേഖ തഹസിൽദാർ തുടങ്ങിയ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ച VP സെയ്ദ് മുഹമ്മദ് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന VP സെയ്ദ് മുഹമ്മദിന് പട്ടാമ്പി പൗരവേദിയുടെ നേതൃത്വത്തിലാണ് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകുന്നത്. ഈ മാസം 21-ന് പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഹാളിൽ വെച്ചാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനം മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പി താലൂക്കിലെ ഭൂരേഖ തഹസിൽദാരായ സെയ്ദ് മുഹമ്മദിന് പട്ടാമ്പി പൗരസമിതി സ്നേഹോഷ്മമായ ഒരു യാത്രയയപ്പ് 21-11-25 നൽകാൻ തീരുമാനിച്ചു. ദീർഘകാലമായി പട്ടാമ്പിയിലെയും പരിസര പ്രദേശത്തിലെയും പട്ടാമ്പി വില്ലേജ് ഓഫീസറായി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാരായി, പിന്നീട് താലൂക്ക് ഭൂരേഖ തഹസിൽദാരായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അടുത്ത മാസം ഈ കൊല്ലാവസാനത്തോടു കൂടി അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. മിസ്റ്റർ സെയ്ദ് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭൂരേഖ തഹസിൽദാരാണ്. ഈ ഭൂരേഖ അദ്ദേഹത്തിൻ്റെ കൈരേഖ പോലെ മനഃപ്പാടമാണ്. ഈ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും എവിടേക്ക് കുളങ്ങൾ, പള്ളികൾ, അപ്പോൾ എല്ലാവിധ സൗകര്യമുണ്ട്. പട്ടാമ്പിക്കാരനാണ്, അടുത്ത മറ്റേ പഞ്ചായത്തിലുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സർവീസ് അവസാനിക്കുന്നില്ല. അദ്ദേഹം ഈ റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം പട്ടാമ്പി തന്നെ ഈ ഭൂരേഖ സംബന്ധിച്ചിട്ടുള്ള, ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. MLA അതിൽ ഉദ്ഘാടനം ചെയ്യും. വിശിഷ്ടാതിഥികളായി ലക്ഷ്മിക്കുട്ടി, മറ്റ് സബ് കളക്ടർ ഹഫ്സ S, ഡെപ്യൂട്ടി കളക്ടർ പാലക്കാട് CP മുഹമ്മദ്, TP ഷാജി, ബാബു കോട്ടയിൽ, ജൂനിയർ സിവിൽ ജഡ്ജ് നീമ നൂർ മുഹമ്മദ്, പട്ടാമ്പി മുനിസിപ്പൽ ഡെപ്യൂട്ടി കളക്ടർ AS ആൽഫ, മുൻ MLA CP മുഹമ്മദ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളും യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. ഈ പൗരസമിതി രൂപം കൊണ്ടത് നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനാ പ്രതിനിധികളും വ്യാപാരികളും മറ്റും ഒത്തുചേർന്ന് ഒരു രൂപമുണ്ടാക്കി. അതിൻ്റെ പേരാണ് പൗരസമിതി. ഈ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ നമ്മുടെ ഭൂരേഖ തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദ് അവർക്ക് ഒരു യാത്രയയപ്പും ഒരു ചെറിയ തോതിൽ ആദരവും കൊടുക്കാൻ തീരുമാനിച്ചു. ഈ യാത്രയയപ്പ് എല്ലാവരുടെ അഭിപ്രായ പ്രകാരം വളരെ ഗംഭീരമാക്കണം എന്നുള്ളൊരു അഭിപ്രായം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സജ്ജമായ പരിപാടി. ഈ പരിപാടിയുടെ വേദി പട്ടാമ്പി മുനിസിപ്പൽ ഹാളിലാണ്. വൈകുന്നേരം 4 മണിക്ക് വെള്ളിയാഴ്ച. അപ്പോൾ അതിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട MLA മുഹമ്മദ് മുസൈൻ അവറുകളാണ്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഡോക്ടർ KP മുഹമ്മദ് കുട്ടി, ജനറൽ കൺവീനർ T അബ്ദുള്ളക്കുട്ടി, KP കമാൽ, മുരളീധരൻ വേളേരിമഠം, CP അഷ്റഫ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. 2002 ഇവിടെ വില്ലേജ് ഓഫീസറായി വന്നത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ 5 വില്ലേജ് ഓഫീസുകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. വിളയൂര്, കുലക്കുല്ലൂര്, മുതുതല, പട്ടാമ്പി, അതേമാതിരിയുള്ള പ്രദേശങ്ങളിൽ എല്ലായിടത്തും പുള്ളി വളരെ നല്ല ആക്റ്റീവായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഭൂരേഖ തഹസിൽദാറാണ്. അദ്ദേഹത്തിന് നമ്മൾ ഒരു യാത്രയയപ്പ് നൽകുകയാണ്. അപ്പോൾ ജനങ്ങളോടുള്ള ഇടപഴകലിൻ്റെ ആ മഹത്വം തന്നെയാണ് ഈ യാത്രയയപ്പ് നൽകാൻ കാരണം. അദ്ദേഹം ജനകീയനായ ഒരു ഓഫീസർ ആയതുകൊണ്ട് മാത്രം സർക്കാർ സംവിധാനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിലും പട്ടാമ്പി ഒരു പൗരസമിതി
രൂപീകരിച്ച് പട്ടാമ്പിയിലെ എല്ലാ വിവിധ സംഘടനകളും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് നല്ലൊരു യാത്രയയപ്പ് നൽകാൻ തീരുമാനിച്ച ഇവരാണ് നമ്മളിവിടെ പറയുന്നത്.